ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാസ മുനമ്പിനും ഈജിപ്തിനുമിടയിലുള്ള റാഫ അതിർത്തി ജനങ്ങൾക്ക് സഞ്ചാരത്തിനായി വീണ്ടും തുറന്നു. ദിവസം 150 പേർക്ക് ഗാസയിൽ നിന്ന് പുറത്തു പോകാനും 50 പേർക്ക് തിരികെ പ്രവേശിക്കാനുമുള്ള അനുമതിയോടെയാണ് അതിർത്തി വീണ്ടും തുറന്നിരിക്കുന്നത്. 2024 മെയ് മാസത്തിലാണ് ഈ ക്രോസിംഗ് അടച്ചത്. ഒക്ടോബറിൽ ആരംഭിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ പദ്ധതിയുടെ ആദ്യ ഘട്ടത്തിലാണ് റാഫ അതിർത്തി തുറക്കേണ്ടിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഗാസയിലെ അവസാന ഇസ്രായേലി ബന്ദിയുടെ മൃതദേഹവും തിരിച്ചെടുക്കുന്നതുവരെ ഇസ്രായേൽ അത് തടയുകയായിരുന്നു. അതേസമയം നിരവധി പലസ്തീനികൾക്ക് ഗാസ അതിർത്തി തുറന്നത് ആശ്വാസകരമാകും. എന്നിരുന്നാലും വളരെ കുറച്ച് ആളുകളെ കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇതിലൂടെ കടത്തിവിടുകയുള്ളൂ. 50 പേർ ഗാസ വിടുമെന്നും 50 പേർ തിരിച്ചെത്തുമെന്നും പ്രതീക്ഷിക്കുന്നതായി ഈജിപ്ഷ്യൻ ഔദ്യോഗിക മാധ്യമങ്ങൾ വ്യക്തമാക്കി. പ്രവേശനത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഗാസയിലേക്ക് ആരും കടക്കുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്തതായി കണ്ടില്ല. വൈദ്യസഹായം ആവശ്യമുള്ള ഏകദേശം 20,000 പലസ്തീൻ കുട്ടികളും മുതിർന്നവരും ക്രോസിംഗ് വഴി തകർന്ന പ്രദേശം വിടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സുഡാനിലെ സൗത്ത് കോർദോഫാനിൽ ആഭ്യന്തര യുദ്ധം കടുത്തതോടെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് പേർ പട്ടിണിയിലും ദുരിതത്തിലുമായതായി ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ശക്തമായ വെടിവെപ്പും ഡ്രോൺ ആക്രമണങ്ങളും മൂലം ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലായതോടെ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് കൃത്യമായ വിവരങ്ങൾ പോലും ലഭ്യമല്ലാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. പ്രദേശത്തെ പകുതിയിലധികം ജനങ്ങളും പ്രാണരക്ഷാർത്ഥം സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ളവർ ഭക്ഷണവും മരുന്നുമില്ലാതെ നഗരങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യുദ്ധം കടുക്കുന്നതിനാൽ ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളുമായി എത്തിയ വാഹനങ്ങൾക്ക് പലയിടങ്ങളിലും പ്രവേശിക്കാൻ കഴിയാത്തത് ദുരിതത്തിന്റെ ആഴം കൂട്ടുകയാണ്. അതേസമയം സുഡാനിലെ പട്ടിണി നേരിടാൻ ലോകരാജ്യങ്ങളുടെ അടിയന്തര സാമ്പത്തിക സഹായം ആവശ്യമാണെന്ന് UN വ്യക്തമാക്കി. ഏകദേശം 2 കോടിയിലധികം ആളുകൾക്ക് സഹായം എത്തിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ആവശ്യമാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സുരക്ഷിതമായ പാതകൾ ഒരുക്കി സഹായം എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയൊരു ദുരന്തത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാണ് മുന്നറിയിപ്പ്. ഗാസയിലെ കമൽ അദ്വാൻ ആശുപത്രി ഡയറക്ടറായ ഡോക്ടർ ഹുസാം അബു സഫിയയ്ക്ക് ഹമാസിൽ ഉന്നത പദവികൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ. ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ഡിസംബറിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ലോകപ്രശസ്തമായ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതുകയും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ ഇദ്ദേഹം ഹമാസിന്റെ കേണൽ പദവിയിലുള്ള ആളാണ് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും വിവരങ്ങളും പുറത്തുവന്നിരുന്നു. ഹമാസിന്റെ യൂണിഫോം ധരിച്ചുള്ള ചിത്രങ്ങളും ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതിന് തെളിവായി ഇസ്രായേൽ സൈന്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അറബ് മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഹമാസ് ബന്ധം നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഇദ്ദേഹത്തെ മോചിപ്പിക്കാൻ പല വിദേശ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. ചില വിദേശ നഗരങ്ങൾ ഇദ്ദേഹത്തിന് പ്രത്യേക ബഹുമതികളും നൽകിയിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കാതെയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. നേരത്തെ UN-ന്റെ ഉദ്യോഗസ്ഥരടക്കം ഹമാസ് അംഗങ്ങളാണ് എന്നുള്ള ആരോപണം ഇസ്രായേൽ ഉന്നയിക്കുകയും തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ സൈന്യവും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമാകുന്നു. പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ 22 പേരെ കൂടി സുരക്ഷാ സേന വധിച്ചു. 2 ദിവസത്തിനിടെ 177 പേരെയാണ് സേന വധിച്ചത്. ബലൂച്ച് ലിബറേഷൻ ആർമി അംഗങ്ങളാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ആഴ്ച സേനാ കേന്ദ്രങ്ങളിലടക്കം 12 സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് സൈനിക നടപടി ആരംഭിച്ചത്. ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന ബലൂച്ചിൽ കഴിഞ്ഞ വർഷം ഭീകരർ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി 300 യാത്രക്കാരെ ബന്ദികളാക്കിയിരുന്നു. സൈനിക നടപടിയുടെ ഭാഗമായി ബലൂചിസ്ഥാനിൽ ശനിയാഴ്ച മുതൽ ഇന്റർനെറ്റ് റദ്ദാക്കിയിട്ടുണ്ട്. ജനുവരിയിൽ പാക് സൈന്യവും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തമ്മിലുള്ള പോരാട്ടത്തിൽ 356 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇക്കാലയളവിൽ 238 BLA അംഗങ്ങളും 106 പാക് സുരക്ഷാ സേനാംഗങ്ങളും 42 സാധാരണക്കാരും കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഡിസംബറിലാകെ 341 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2116 BLA അംഗങ്ങളും 1229 പാക് സുരക്ഷാ സേനാംഗങ്ങളും 655 സാധാരണക്കാരും ഉൾപ്പെടെ ആകെ 4001 മരണങ്ങളായിരുന്നു 2025 റിപ്പോർട്ട് ചെയ്തത്. ചൈനയിൽ മുൻ നിയമമന്ത്രി താങ് ഈച്ചുവിന് അഴിമതി കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ. 2006-നും 2022-നും ഇടയിൽ താങ് ഈച്ചുൻ 175 കോടിയോളം രൂപയുടെ അഴിമതി നടത്തിയതായി ഫ്യുജിയൻ പ്രവിശ്യയിലെ കോടതിയാണ് കണ്ടെത്തിയത്.
മുൻ മന്ത്രി പദവി ദുരുപയോഗം ചെയ്തതായി വ്യക്തമാക്കിയ കോടതി അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. പ്രസിഡന്റ് ഷീ ജിൻപിങ് തുടരുന്ന അഴിമതി വിരുദ്ധ നടപടികളിൽ കുടുങ്ങുന്ന ഉന്നതനാണ് താങ് യിജൂൻ. യുഎസിന് ആണവ രഹസ്യങ്ങൾ കൈമാറിയതിന്റെ പേരിൽ സൈനിക ജനറൽ ഷാങ് യോഷിയയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. സംയുക്ത സേനാ മേധാവി ലിയു ഷെൻസിലും അന്വേഷണം നേരിടുകയാണ്. ജജാങ് പ്രവിശ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്ന താങ് യിജൂൻ 2020-ലാണ് മന്ത്രിയായത്. 2024-ൽ അഴിമതി കണ്ടെത്തിയതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അതിനിടെ എനർജി മാനേജ്മെന്റ് മന്ത്രി വാങ് ഷിയാങ്ക്കെതിരെ അഴിമതി വിരുദ്ധ വിഭാഗം കേസെടുത്തു. ആദ്യമായാണ് ഒരു സിറ്റിംഗ് മന്ത്രിക്കെതിരെ അഴിമതി കേസ് എടുക്കുന്നത്. കഴിഞ്ഞ വർഷം 65 ഉന്നതരാണ് അഴിമതി കേസിൽ കുടുങ്ങിയത്. US ഇന്ത്യ വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കുമൊടുവിലാണ് കരാർ യാഥാർത്ഥ്യമായത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരുന്ന 50% നികുതി 18% കുറച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ നിർണായകമായ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം. പകരമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള നികുതി ഇന്ത്യയും കുറയ്ക്കും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിക്കും. പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും കൂടുതൽ ഇന്ധനം വാങ്ങും. അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഊർജ്ജം, സാങ്കേതികവിദ്യ, കൃഷി എന്നീ മേഖലകളിലായി $500 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമെന്ന് ഉറപ്പ് നൽകി. വിയറ്റ്നാം, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ നികുതി നിരക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ കരുത്താകും. ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് സാമഗ്രികൾ എന്നിവയ്ക്ക് ഇനി മുതൽ 18% നികുതി മാത്രമേ അമേരിക്കയിൽ ഈടാക്കൂ. മുൻപ് ഇത് 25 മുതൽ 50% വരെയായിരുന്നു. ഇതോടെ ചൈന, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ നികുതി നിരക്കിൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ എത്തിക്കാൻ ഇന്ത്യക്ക് ആകും. കരാറിന് പിന്നാലെ രൂപയുടെ മൂല്യത്തിൽ 119 പൈസയുടെ വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഡോളറിനെതിരെ 90 രൂപ 30 പൈസ എന്ന നിലയിലേക്ക് രൂപ ഉയർന്നു. വിദേശ നിക്ഷേപകർ വീണ്ടും ഇന്ത്യൻ വിപണിയിലേക്ക് സജീവമായി മടങ്ങിയെത്തുന്നത് രൂപയ്ക്ക് കരുത്താകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.